എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കെമിക്കലുകൾ അലർജി ഉള്ളവർക്ക് മാത്രമല്ല, ചിലർക്കെല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ചെയ്യുമ്പോൾ തന്നെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവാത്ത രീതിയിലാണ്. 100% ഇഫക്റ്റീവ് ആണിത്. അതേപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ടും. ഞാനിപ്പോൾ നെറ്റിയുടെ ഭാഗത്തുള്ള നരച്ച മുടിയെല്ലാം കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേയും കൂടിയാണ് തയ്യാറാക്കുന്നത്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഹെയർ ഡേ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള ആ ഒരു നരച്ച മുടിയെല്ലാം കൂടുതലായിട്ടും കറുക്കാറില്ല. എന്നാൽ ഈ ഒരു ഹെയർ ഡേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയെല്ലാം തന്നെ നല്ലതുപോലെ കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം. തേയിലപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. അതായത് അകാല നര തടയുവാനും അതേപോലെ തന്നെ മുടി വളരുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് തേയിലപ്പൊടി. ഇനി ഇതിലേക്ക് 5-6 തുളസിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വറ്റി വരണം. അതായത് നമ്മൾ ചേർത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം. ഈ ഒരു വെള്ളം നല്ലൊരു ഹെയർ ടോണർ ആയിട്ടും മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇതേപോലെ വെള്ളം തയ്യാറാക്കിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നത് വളരെ നല്ലതാണ്. അകാല നര തടയുവാനായിട്ടും അത് സഹായിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നരക്കില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ഇരുമ്പിന്റെ ചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണോളം നീലാമരി പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കേണ്ടത്. അതേപോലെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഈ ചട്ടിയിലെ ചൂട് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരുപാട് പേര് ഹെന്ന ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, അതായത് മുടി കറുക്കുന്നില്ല, അതിന് പകരം ബ്രൗൺ കളറിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ചെയ്ത് നോക്കണം. നരച്ച മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പൗഡറുകളെല്ലാം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ചൂടായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു വെള്ളം ഇതിലേക്ക് അരിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മൾ ഏത് ഹെയർ ഡേയും ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് തയ്യാറാക്കേണ്ടത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ഇരുമ്പിൽ അയോഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ഹെയർ ഡേയിലേക്ക് ഇറങ്ങുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂർ നേരമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ നെറ്റിയുടെ ഭാഗത്തുള്ള വെളുത്ത മുടിയെല്ലാം കറുപ്പിക്കാനായിട്ടുള്ള ആ ഒരു അളവിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മുടിയിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം മുടി കഴുകാം. മുടി കഴുകാനായിട്ട് ഷാമ്പോ, സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് മുടി കഴുകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.